ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ത്രെഡ്. ഇവിടെ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണോ ഇപ്പോൾ ഈ ഒരു സമയത്തും ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ആ ഒരു പാസ്റ്റിൽ അവർ നിങ്ങളെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. കൂടുതലായിട്ട് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ അല്ലെങ്കിൽ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കാരണം ഇനി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊരു റിഗ്രറ്റ് ഈ ഒരു എനർജിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഈ ഒരു പേഴ്സൺ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിരുന്നു, നിരാശകൾ ഉണ്ടായിരുന്നു. ഇനി എന്താണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുക, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചൂസ് ചെയ്തതിൽ അവർ റിഗ്രറ്റ് ചെയ്തിരുന്ന എനർജിയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും പാസ്റ്റ് ഫീലിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതേസമയം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതേ സമയം തന്നെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, ഒരു ആരാധനയൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ, അതായത് നിങ്ങളെന്നൊരു വ്യക്തി ചൂസ് ചെയ്തത് തെറ്റായി പോയോ, ഇതിൻ്റെ ഒരു തെറ്റായ ഡിസിഷൻ ആണോ എന്നൊക്കെ ചില സമയങ്ങളിൽ അവർ ചിന്തിച്ചിരുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾ ഇമോഷണലി മാത്രം അവൈലബിൾ ആയ രീതിയിൽ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് അതിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് ഇവർക്ക് പാസ്റ്റിൽ നിങ്ങളെ ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളിൽ നിന്ന് ഒരു ഹിഡനായിട്ട് അവർ മറച്ച് മാറ്റി നിർത്തിയിരുന്ന അല്ലെങ്കിൽ വെച്ചിരുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 7 ഓഫ് സോർഡ്സിന്റെ എനർജിയിൽ കാണാൻ പറ്റും. പാസ്റ്റിൽ അവർ ഫുള്ളി നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിരുന്നില്ല. അതായത് ചിലപ്പോൾ അവർ നിങ്ങളോട് അവരുടെ ഒരു നല്ല വശങ്ങൾ അല്ലെങ്കിൽ അവരുടെ നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലുള്ള അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ഇവർ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഫുള്ളി നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിരുന്നു, ചില ഫീലിങ്സുകൾ അവർ ഒതുക്കി വെച്ചിരുന്നു, സപ്രസ് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൻ്റെ കാർഡ് വരുമ്പോഴത്തേക്കും ഒരു ട്രാൻസിഷൻ എനർജിയാണ് അവിടെ വരുന്നത്. കുറേ ടൈമിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ ഒരു ചിന്തകളും അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എല്ലാം മാറി നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചു കാലം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറി എന്നാണ് നമുക്ക് കാണുന്നത്. സിറ്റുവേഷൻസ് എല്ലാം ന്യൂട്രലി ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനി, അതായത് വിധിയുടെ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിയ സമയത്തായിരിക്കാം ആ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക. ആ ഒരു മാറ്റങ്ങൾ വരാനായിട്ട് ചിലപ്പോൾ കുറേയേറെ കാര്യങ്ങൾ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. ആ ഒരു സമയത്തൊക്കെ ആയിരിക്കാം ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാസ്റ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്, നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഈ പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത പ്രസന്റിലേക്ക് വരികയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി വരികയാണ്. ഇപ്പോൾ അവർ നിങ്ങളെ ഇമോഷണലി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഒത്തിരി കെയറിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നല്ല കാര്യപ്രാപ്തിയുള്ള ഒരാളായിട്ടും അവർ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് തരുന്ന ഒരു എനർജി കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു നമ്മൾ ഈ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ പാസ്റ്റും പ്രസന്റുമായിട്ട് തിരിക്കുന്ന ഒരു കാർഡാണ്. അത് കൂടാതെ വളരെയധികം ഒരു ട്രാൻസിഷൻ എനർജി കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് പല രീതിയിലാകാം അത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ട് വീണ്ടും റീയൂണിയന് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായി
അതൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അടുത്തറിഞ്ഞു, ആ ഒരു പേഴ്സണും നിങ്ങളെ അടുത്തറിഞ്ഞു, നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ പ്രസന്റ്ലി നോക്കുമ്പോൾ അവർക്ക് വളരെയധികം ഒരു റെസ്പെക്റ്റ് ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ട് ഇതിനുള്ള എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പ്രസന്റ് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എടുക്കാം നമുക്ക്. അപ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ആയിട്ട് രീതിയിലുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ളത്. കൂടുതലായിട്ടും നിങ്ങളെ ഒരു ലോങ് ടൈം വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നു. അല്ലാതെ ഒരു തമാശയ്ക്ക് ആദ്യമൊക്കെ ഈ ഓപ്ഷൻ എൻ്റെ ഒരു ഡിസിഷൻ തെറ്റായി പോയോ, നിങ്ങളെ ചൂസ് ചെയ്ത് തെറ്റായി പോയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രസന്റ്ലി നിങ്ങളില്ലാതെ പറ്റില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലോങ് ടൈം ലൈഫ് ലോങ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തരുന്ന ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്, ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇവര് എന്താണ് ഇവര് മറച്ചു പിടിച്ചിരുന്നത്, അവിടെ ഈ ഒരു പേഴ്സൺ മറച്ചു പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ഒളിച്ചു വെച്ച് കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു നിങ്ങളോട് സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിരുന്നത് ആ ഒരു കാര്യമായിരുന്നു പാസ്റ്റിൽ അവർ മറച്ചു പിടിച്ചിരുന്നത്. അപ്പം ഇവിടെ എന്താണ് അവർ സപ്രസ് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അതിൽ വന്ന മാറ്റങ്ങൾ, അതൊക്കെ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവരത് ഒരു സപ്രസ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട്, നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ മാറി, ഒത്തിരി മെച്ചുവറായി, വളരെ കെയറിങ് ആയി, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറി എന്നൊക്കെ പറയാനായിട്ട് ഇവർക്ക് ഉള്ളിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അതൊക്കെ ഒന്ന് ജസ്റ്റ് മറച്ചു വെച്ച് സപ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് പ്രസന്റ്ലി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് എംപ്രസ് കാർഡാണ്. ആ ഒരു എംപ്രസ് കാർഡിൽ വളരെയധികം ഇവർ ഇംപ്രസ് ആയി എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു, നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോൾ തന്നെ ചിലപ്പോൾ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്ന സമയത്ത് ഇങ്ങനെയൊന്നും പോരാ എന്ന് നിങ്ങളും കുറേയേറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്തും അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങളോ ഒക്കെ വരുത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇവിടെ ഒരു ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സെൽഫ് വർത്ത് കൂടി, കോൺഫിഡൻസ് ഉണ്ടായി, ഒരു നല്ല ഒരു ഓറയിലേക്ക് നിങ്ങൾ വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ സപ്രസ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒളിച്ചു വെക്കുന്നു, ഹൈഡ് ചെയ്ത് പിടിക്കുന്നു ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇത്രയധികം മാറാൻ പറ്റി എന്ന് വരെ അവർ അത്ഭുതപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ സ്ട്രോങ് ആയിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് ഉണ്ടാക്കുന്നത്, ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ആരാധന തോന്നുന്നു ഒരു സമയമാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു 9 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഒത്തിരി ഒരു ആൻസൈറ്റീസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. കാരണം നിങ്ങളിപ്പോൾ വലിയ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറി, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നതിനൊക്കെ നല്ല രീതിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട്, അവർക്കൊരു പതിയൊരു പേടിയായി തുടങ്ങുകയാണ്, ഇനി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒട്ടും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഇവരിപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും എനിക്ക് പറ്റുന്ന ആളല്ല, അല്ലെങ്കിൽ കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയിട്ട് ഇവർക്കിപ്പോൾ നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഇവരുടെ ഫീലിങ്സുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രസന്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ പണ്ട് നിങ്ങളെ കണ്ടതുപോലെയല്ല ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന സംഭവമേ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ അതാണ് നമുക്കൊരു ഡെത്ത് ആയിട്ട് കാണുന്നത്, ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്. ഇമോഷൻസ് ഷിഫ്റ്റായി എന്നുള്ളതാണ് ആ ഒരു ഡെത്ത് കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇനി ആ പാസ്റ്റിലെ നിങ്ങളെന്ന് പറയുന്ന ആളെ തന്നെ അവരിപ്പോൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ പോയി, ഇപ്പോൾ പുതിയ പുതിയ സംഭവങ്ങൾ വന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജി. ഇവിടെ ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാനുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു വിഷ് ഇവർക്കുണ്ട്, നല്ല രീതിയിൽ ഒരു കണക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കഴിഞ്ഞ് പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവാം, ഈ ഒരു വ്യക്തിയെ നിർത്തേണ്ടോടത്ത് നിർത്തുന്നുണ്ടാവാം. ഇതൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നു, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇവർ തേടുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകാം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു
പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ രണ്ടുപേരും കൂടെ മിങ്കിൾ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളെക്കുറിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് വൈബ് അങ്ങനെ ഒരു രീതിയിൽ പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു വൈബിലേക്ക് മാറി ആ ഒരു ഫസ്റ്റ് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, അത്ര ഒരു പിടിച്ചു വെച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം വിട്ട് തന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാത്ത രീതിയിൽ നിന്നൊരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പൊ കുറിച്ച് നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലൊക്കെ ഒന്ന് മിങ്കിളായിട്ട് ഒരു ടീം വർക്ക് പോലെ വൈബിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ 3 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൈബിലേക്ക് നിങ്ങൾ വന്നു, ഞാനും ഇനി ആ ഒരു വൈബിലേക്ക് പോകാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സണൽ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫൈനലി നമുക്ക് വരുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. വളരെ പരിശുദ്ധമായ ഇന്നസെന്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബിഗിനിങ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാകും. അപ്പം വീണ്ടും അത് റീയൂണിയൻ ആഗ്രഹിക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ഇതിങ്ങനെ ചുമ്മാ പോകുന്നു, ആ രീതിയിൽ പോകുന്നവരാണെങ്കിൽ കൂടിയും പണ്ടത്തെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർ വളരെയധികം ഒരു റെസ്പെക്റ്റോട് കൂടി കാണുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ആളായിട്ട് നിങ്ങളെ അവർ കാണുന്നു. അവരുടെ കൺമുന്നിൽ ഇപ്പോൾ ഒരു പുതിയ പേഴ്സണായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതാണ് ആ ഒരു പഴയ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടും ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രസന്റ്ലി നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടും. ഇത് രണ്ടും വളരെ വ്യത്യാസമാണ്. നമ്മൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന രീതിയിലാണ് നമ്മൾ ചോദിച്ചെങ്കിലും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് നിങ്ങളോടൊരു സ്നേഹവും റെസ്പെക്റ്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് ഒരു വൈബിലേക്കൊക്കെ അവർ വന്നിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തേനേക്കാൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരു ഫീലിങ്സ് തന്നെ നല്ല രീതിയിൽ തുറന്ന് നിങ്ങളുടെ അടുത്തേക്ക് തരാനായിട്ട് അവർക്ക് പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് ഒത്തിരി റെസ്പെക്റ്റ് ഉണ്ട്, ഇമോഷണലായിട്ട് നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യുന്നുണ്ട്. അവർ ഒരു സ്റ്റെബിലിറ്റി മൈൻഡ് സെറ്റ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അവർ നിങ്ങളെ ഇപ്പോൾ ഒത്തിരി ഒരു മച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഇമോഷണലി സേഫായ ഒരാളായിട്ടാണ് കാണുന്നത്. പാസ്റ്റ് ഇമേജേ അവർ മാറ്റിയിരിക്കുന്നു, അതെല്ലാം പോയിരിക്കുന്നു. ഒരു പുതിയ ഇമോഷണൽ ചാപ്റ്ററിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണ് തോന്നുന്ന ഫീലിങ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങളെ ഇമോഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് അവർ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അഫെക്ഷൻ വൈബ്, റൊമാൻറ്റിക് വൈബ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യണം എന്നൊരു പുള്ള് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. കാരണം ഈ ഒരു ചിലപ്പോൾ സെപ്പറേഷൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പഴയ പാസ്റ്റിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇനി ഇവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഹേർട്ട് ആകുമോ എന്നൊരു രീതിയിൽ അവർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട്, അവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നു. പക്ഷെ ഫുള്ളി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇത്ര മാറിയെന്നും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പക്ഷെ അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ, നിങ്ങൾ അംഗീകരിക്കുകയും വേണം. അങ്ങനെയൊക്കെ ഒരു എനർജി, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡിലൂടെ അവർ പോകുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അതെന്നും ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു എക്സ്പ്രസ്ഡ് ആയിട്ട് ഇമോഷൻസ് എല്ലാം മാറിക്കോരി തന്ന് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വാല്യൂ കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് എന്നെ വേണ്ടാന്ന് പറയുമോ, അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുമോ, അതുവഴി നിങ്ങളെ മൊത്തത്തിൽ ഒരു യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ലൂസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകുമോ എന്നൊക്കെയുള്ള ആൻസൈറ്റി ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ
ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസയറോട് കൂടി തന്നെയാണ് ഇവർ ഒരു ഭയങ്കരമായിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു ലോങ് ടേം ഹാപ്പിനെസ് ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളോടൊപ്പം ഒരു ഇമോഷണലി ഫുൾഫിൽമെന്റ് വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ സന്തോഷിക്കുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങളോട് വളരെയധികം ആരാധനയുണ്ട്. നിങ്ങളെ ഒരു വാല്യുബിൾ പ്രസൻസ് ആയിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ഹാർട്ട് പറയുകയാണ് കുറച്ചും കൂടി അടുത്തേക്ക് പോകൂ, അവരുമായിട്ട് കുറച്ചും കൂടി അടുത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സ് പറയാം, മൈൻഡ് പറയുകയാണ് കുറച്ച് കെയർഫുള്ളായിരിക്കണം. കാരണം നീ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് കെയർഫുള്ളായിരിക്കണം എന്ന രീതിയിൽ ആ ഒരു ഫീലിങ്സ് ആണ് ഇപ്പോൾ അവർക്ക് ഉള്ളത്. എങ്കിൽ പോലും ആ ഒരു സമയത്ത് നിങ്ങൾ അവർ സ്പെഷ്യലായിട്ടും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ജെനുവിൻ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫീലിങ്സ് ജെനുവിൻ ആണ്, പക്ഷെ പേടി കാരണം ഒന്ന് കൺട്രോൾ ചെയ്ത് എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഒത്തിരി ഹോപ്പ് ഉണ്ട് അവർക്ക്, വളരെയധികം ഹോപ്പ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും എന്നുള്ളതിലും ഒത്തിരി അധികം ഒരു ഹോപ്പ് ഉണ്ട്. നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ പുള്ളിപ്പോൾ വളരെയധികം ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അത് സാധാ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് കൂടി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനും പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു പഴയ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ അതിലേക്ക് ഓവർ തിങ്ക് ചെയ്ത് പിന്നെയും ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വിസിറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. അത് അവിടെ വിട്ടിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ എനർജി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, ന്യൂട്രലായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷനുകൾ എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന മറ്റൊരു ഗൈഡൻസ് മെസ്സേജ്. പിന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബൗണ്ടറീസ് വേണം, എങ്കിൽ കൂടിയും അത്യാവശ്യത്തിന് ബൗണ്ടറീസ് ഒക്കെ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ സെൽഫ് കോൺഫിഡൻസ് കണ്ടിന്യൂ ചെയ്യുക. അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണെ അട്രാക്ഷൻ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു അർജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനുള്ള പുള്ള് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് കോൺഫിഡൻസ് കൈവിടാതിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണിൻ്റെ ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ ഇറങ്ങി വളരെയധികം ക്ലോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മെർജ് ആയിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ കുറച്ചൊരു നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റെബിലിറ്റിയോട് നിന്ന് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തും എല്ലാം നോക്കിയിട്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് പോവുക. അല്ലാതെ നമുക്കിപ്പോൾ ഈ ഒരു പേഴ്സണോട് ഒത്തിരി സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടേതെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഇവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. നിങ്ങളെ തന്നെ വിട്ടിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് കൂടുതലായിട്ട് മിങ്കിളായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേഴ്സന്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്ന് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയല്ല, എൻ്റെതായ കാര്യങ്ങൾ കൂടി ഞാൻ കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കി അവിടെ നിന്നിട്ട് നിങ്ങളെ തിരുത്താനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു തിരുത്തൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് നൽകി. ആ ഒരു സെൽഫ് കോൺഫിഡൻസിൽ നിങ്ങൾ നിന്നപ്പോൾ ഈ ഒരു പേഴ്സണ് വീണ്ടും നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇവരിപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാകാം. അതായത് ഇപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് ജസ്റ്റ് എൻഡ് ആവുന്ന പ്രസന്റിലേക്ക് കയറുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയനുള്ള സാധ്യതകൾ അവിടെ തനിയെ ഫ്ലോ ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത്
റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. അപ്പം റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ Y നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് കളിയൊക്കെ കാണാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈഗോ, ഓക്കെ, ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ട്രൂ ലവ്, ഓക്കെ. നമ്പർ 29 ആണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.